രാജാതിരാജനും കർത്താതികർത്തനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മാത്രം മഹത്വം. ഇന്ന് നമുക്ക് ലൂക്കോസ് 2 രണ്ട് വ്യക്തികളെ പറ്റി കാണാം. ഒന്ന് ശിമിയോനും അന്നയും. ആമേൻ, ഹല്ലേലൂയ. 25 വാക്യത്തില് ഇങ്ങനെ നമുക്ക് വായിക്കാം. യെരുശലേമിൽ ഷിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് 37 അധ്യായത്തിൽ പോകുമ്പോൾ നമുക്ക് അന്നയെ പറ്റി കാണാം. പ്രവാചകയായിരുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമുക്ക് വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. രണ്ട് വ്യക്തികള് ആമേൻ കർത്താവിനെ കാണുവാൻ ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയും ഉപവാസത്തോടും ആമേൻ, ഹല്ലേലൂയ, അവര് കാത്തിരുന്ന് ആമേൻ, ഹല്ലേലൂയ വ്യക്തികൾ. ആമേൻ, ഹല്ലേലൂയ. മേരിയും ജോസഫും ആമേൻ, ഹല്ലേലൂയ, കർത്താവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ആമേൻ, ഹല്ലേലൂയ, അനേകര് ആമേൻ, ഹല്ലേലൂയ, കുഞ്ഞിനെ കണ്ടു കാണും, കർത്താവിനെ കണ്ടു കാണും. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ രണ്ട് വ്യക്തികൾ മാത്രമേ ആമേൻ, ഹല്ലേലൂയ, അത് തിരിച്ചറിഞ്ഞുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അതവരുടെ വീണ്ടെടുപ്പുകാരനാണ്. ആമേൻ, ഇസ്രായേലിന്റെ ആശ്വാസമാണ്. അവരെ കാത്തിരുന്ന അവരുടെ രക്ഷയാന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അവരുടെ മെസ്സയ എന്നുള്ളത് ആമേൻ രണ്ട് വ്യക്തികൾ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. ആമേൻ, ആ ക്ഷണത്തിൽ അവരെ രണ്ടുപേരും അവിടെ എത്തി. ആമേൻ, ഹല്ലേലൂയ. അവരെ കാത്തിരുന്ന ഉത്തരം അവർക്ക് ലഭിച്ചു. ആമേൻ. എന്തുകൊണ്ട്? ആമേൻ, ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, ആമേൻ, കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നമ്മൾ ഏത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോട്ടെ, ആമേൻ, ഹല്ലേലൂയ, ഏത് വിഷയം ആമേൻ നമ്മൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കാത്തിരിക്കട്ടെ, ആ വിഷയമേലെ കർത്താവ് വെളിപ്പെടുന്നത് ആമേൻ പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് കാണിച്ചു തരും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ ആമേൻ, ഹല്ലേലൂയ, കർത്താവിലേക്ക് സെൻസിറ്റീവ് ആക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവാം ദൈവത്തിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതിനായി നിലവിളിക്കണം. ആമേൻ, ഹല്ലേലൂയ. ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം തരുമെന്ന് വാഗ്ദത്തമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിന് വേണ്ടി ബലം കായ്ക്കുന്നവരായി തീരും. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്വഭാവം പോലും നമ്മളെ ആക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ആ മൈൻഡ് സെറ്റ് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം നമുക്കൊന്ന് ആമേൻ, ഹല്ലേലൂയ, പൂർണ്ണമായി ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ വരുവാൻ ആമേൻ, ഹല്ലേലൂയ, നമ്മളൊന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ കേട്ടതുപോലെ ആമേൻ, ഹല്ലേലൂയ, അവരെ കാത്തിരിക്കുന്നതിന് അവസാനം അവരുടെ വീണ്ടെടുപ്പും അവരുടെ രക്ഷയും അവർ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. അത് തന്നെ നമ്മുടെ ജീവിതത്തിലും ആവട്ടെ. പരിശുദ്ധാത്മാവാം ദൈവം വരുമ്പോൾ നമ്മുടെ ഉത്തരം ആമേൻ, ഹല്ലേലൂയ, ഉത്തരമായ സകലത്തിനും ഉത്തരമായ നമ്മുടെ കർത്താവിനെ ആമേൻ, ഹല്ലേലൂയ, നമുക്ക് വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.